T20 ലോകകപ്പിന് ശേഷമുള്ള ഇന്ത്യയുടെ സിംബാബ്വെ പര്യടനത്തിലുള്ള ടീമിൽ വ്യാപകമായ മാറ്റമുണ്ടായേക്കും. ഇന്ത്യയുടെ പരിശീലകനായി ഗൗതം ഗംഭീർ അരങ്ങേറ്റം കുറിക്കുന്ന പരമ്പര കൂടിയാണിത്. ജൂലൈ നടക്കുന്ന പരമ്പരയ്ക്കുള്ള ടീമിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. കരുത്തുള്ള T20 ടീമിനെ ഒരുക്കുന്നതിന്റെ ഭാഗമായി സീനിയർ താരങ്ങളെ ടീമിൽ നിന്ന് മാറ്റി നിർത്തും. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ എന്നിവർക്ക് ടീമിൽ സ്ഥാനം ലഭിച്ചേക്കില്ല. അഭിഷേക് ശർമ്മ, നിതീഷ് റെഡ്ഡി, റിയാൻ പരാഗ് എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കും. ഇവരെ കൂടാതെ കൂടുതൽ യുവതാരങ്ങളെ ഉൾപ്പെടുത്തിയാവും ടീം പ്രഖ്യാപനം നടത്തുക. കോഹ്ലിക്കും രോഹിത്തിനുമൊപ്പം ജസ്പ്രീത് ബുംറയെ ഏകദിന ടെസ്റ്റ് മത്സരങ്ങളിൽ മാത്രം കളിപ്പിക്കാനുള്ള പദ്ധതികളും നടപ്പിലാക്കിയേക്കും. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, ICC ചാമ്പ്യൻസ് ട്രോഫി എന്നീ ടൂർണമെന്റുകൾ മുൻനിർത്തിയാണിത്. സിംബാബ്വെ പര്യടനത്തിന് ശേഷം ശ്രീലങ്കയ്ക്കെതിരെ 3 വീതം ഏകദിനങ്ങളിലും T20യിലും ഇന്ത്യ കളിക്കും. ഏകദിന പരമ്പരയിൽ പ്രധാന താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീമിനെ അണിനിരത്തും. സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ ഋഷഭ് പന്തിന് വിശ്രമം നൽകും. ബംഗ്ലാദേശ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയവർക്കെതിരെ ടെസ്റ്റ് പരമ്പരകൾ മുന്നിൽ നിൽക്കെയാണ് താരത്തിന് വിശ്രമം അനുവദിക്കുന്നത്. പകരം സഞ്ജു സാംസനെ പ്രധാന വിക്കറ്റ് കീപ്പറാക്കും. രാജസ്ഥാൻ റോയൽസ് താരം ധ്രുവ് ജുറലിനെയും ടീമിൽ ഉൾപ്പെടുത്തുകയായിരിക്കും BCCIയുടെ ലക്ഷ്യം. BCCIയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇങ്ങനെ: ഓരോ ഫോർമാറ്റിലും പ്രത്യേക കളിക്കാരെ ആവശ്യമാണെന്ന് ഗംഭീറിന് കൃത്യമായി അറിയാം. സ്ഥിരതയാർന്ന IPL പ്രകടനക്കാരെ അദ്ദേഹം അവഗണിക്കുന്ന ആളല്ല. സീനിയർ താരങ്ങളെ ടെസ്റ്റ്, ഏകദിന പരമ്പരകൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ചിന്തിക്കുന്നത്, റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.